ഗുഡ് മോർണിംഗ്. 9:05 നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. സലാം സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? കരിയർ മിഷൻ ഡയറക്ടർ നബീൽ. ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിയമുള്ളവരെ, സിജിയുടെ റിസോഴ്സ് പേഴ്സൺ, അതുപോലെ തന്നെ സിജിയുടെ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സിജി സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ ആഭിമുഖ്യത്തിലുള്ള സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. സിജിയെ കണ്ടോ കേട്ടോ അനുഭവിച്ചോ അറിഞ്ഞവരൊക്കെ ആയിരിക്കും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുക. നമുക്കറിയാം, കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു NGO, സർക്കാർ ഇതര സ്ഥാപനമാണ് സിജി. ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സിജി. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് 7 പ്രൊജക്ടുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. 7 ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും വ്യത്യസ്ത പ്രൊജക്ടുകളുണ്ട്. ഓരോ പ്രൊജക്ടിന്റെ കീഴിലും വ്യത്യസ്ത ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ 2 പ്രൊജക്ടുകൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ വരും. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് സിജിയുടെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കരിയർ ഗൈഡൻസിന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. കരിയർ എന്താണ്, കരിയർ ഗൈഡൻസ് എന്താണ്, കരിയർ പ്ലാനിങ് എന്താണ്, കരിയർ കൗൺസിലിംഗ് എന്താണൊക്കെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കേട്ടിട്ടുണ്ടാവും. കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച്, തൊഴിൽ സാധ്യതകളെ കുറിച്ച്, മത്സര പരീക്ഷകളെ കുറിച്ച്, പ്രവേശന പരീക്ഷകളെ കുറിച്ചൊക്കെ വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ 4 പ്രൊജക്ടുകൾ ഉണ്ട്. അതിൽ 2 പ്രൊജക്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ പ്രൊജക്ട് കരിയർ മിഷൻ എന്നുള്ളതാണ്. കരിയർ മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്ന സംവിധാനമാണ്. ഈ പ്രൊജക്ടിന് ഒരു മോട്ടോ ഉണ്ട്, മുദ്രാവാക്യമുണ്ട്. നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ് എന്നാണത്. ഒരു കുട്ടി പോലും ഗൈഡൻസ് കിട്ടാതെ പോവാൻ പാടില്ല. ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കരിയർ മിഷൻ എന്ന പ്രൊജക്ടിന്റെ കീഴിൽ ഒരുപാട് ആക്ടിവിറ്റീസ് സിജി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി സിജിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോടും അതുപോലെ തന്നെ മലപ്പുറം ഓഫീസിലും ഒക്കെ നടക്കുന്ന ഇൻഡിവിജ്വൽ ഫേസ് ടു ഫേസ് ഫ്രീ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ ഒരു സൗകര്യം ലഭ്യമാണ്. സിജി booking.org എന്ന സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. കോഴിക്കോട് ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസവും ഇഷ്ടപ്പെട്ട സമയവും ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് വരാവുന്നതാണ്. മലപ്പുറം ഓഫീസിലേക്ക് വരാണെങ്കിൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വർക്കിംഗ് ഡേയ്സിൽ വന്നാൽ മതി. ഇതാണ് കരിയർ മിഷന്റെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. മറ്റൊന്നാണ് ഇപ്പോൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം. സിജിയിൽ വരാൻ കഴിയുന്ന ആൾക്കാർക്ക് നേരിട്ട് വന്ന് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേസമയം സിജിയിലേക്ക് ദൂരെ നിന്നും വരാൻ കഴിയാത്തവർക്ക് ഈ രീതിയിലുള്ള വെബിനാർ സീരീസുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. എല്ലാ ഞായറാഴ്ചകളും രാവിലെ 9 മണിക്ക് ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചോ സ്ഥാപനത്തെ കുറിച്ചോ തൊഴിൽ സാധ്യതകളെ കുറിച്ചോ മത്സര പരീക്ഷയെ കുറിച്ചോ പ്രവേശന പരീക്ഷകളെ കുറിച്ചോ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇന്നത്തെ നമ്മുടെ സെഷൻ 10th കഴിഞ്ഞ കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ്. കഴിഞ്ഞ ഞായറാഴ്ച +1 സബ്ജക്ട് കോമ്പിനേഷന് വേണ്ടി മാത്രം നമ്മൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അതിൽ നമ്മൾ സാധാരണ പറയുന്ന +1 എന്ന് പറഞ്ഞാൽ HSC, ഹയർ സെക്കൻഡറി കോഴ്സ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇതാണ് നമ്മൾ സാധാരണ +1 എന്ന് പറയാം. അതിൽ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട് എന്ന് കുട്ടികൾക്കൊക്കെ അറിയാം. പലപ്പോഴും സയൻസ് എത്ര ടൈപ്പ് ഉണ്ട് ഏതെല്ലാമാണ്, കൊമേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട് ഏതെല്ലാമാണ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എത്ര ടൈപ്പ് ഉണ്ട് ഏതെല്ലാമാണെന്ന് പൊതുവെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ധാരണ ഉണ്ടാവാറില്ല. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നത്. അതിൽ ഒരുപാട് പേര് പങ്കെടുത്തു, ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചു. ആ സംശയങ്ങളുടെ ഭാഗമായിട്ട് VHSCയെ കുറിച്ചും അതുപോലെ തന്നെ CBSE സബ്ജക്ട് കോമ്പിനേഷനെ കുറിച്ചൊക്കെ കുട്ടികൾ ചോദിച്ചിരുന്നു, രക്ഷിതാക്കൾ ചോദിച്ചിരുന്നു. അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് ഇന്നത്തത്. ഇന്നത്തെ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് ഷിഫാന മാം ആണ്. അവര് സിജിയുടെ റിസോഴ്സ് പേഴ്സൺ ആണ്. ഇതാണ് കരിയർ മിഷന്റെ ഭാഗമായിട്ടുള്ള 2ാമത്തെ ആക്ടിവിറ്റി. ഇതേപോലെ വ്യത്യസ്തമായ ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കരിയർ അറ്റ് ഗ്രാസ് റൂട്ട്.
സിജിയെ അറിയുന്നവർ സിജിയിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വെബിനാർ സീരീസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ സിജിയെ അറിയാത്ത, സിജിയുടെ സേവനങ്ങൾ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ സമൂഹത്തിന്റെ വിവിധ തുറകളിലുണ്ട്. അവരെവിടെയാണോ ഉള്ളത് അവിടെ എത്തി അവർക്ക് ഗൈഡൻസ് കൗൺസിലിംഗ് കൊടുക്കുന്ന പ്രോഗ്രാമാണ് കരിയർ അറ്റ് ഗ്രാസ് റൂട്ട്. അതുപോലെ തന്നെ കരിയർ ബൂത്തുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കരിയർ കണക്ട് എന്ന പേരിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ട് കരിയർ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ. 4 പ്രൊജക്ടിലെ രണ്ടാമത്തെ പ്രൊജക്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് പറയാണ്. അത് CDAT ആണ്, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. നമുക്കറിയാം, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കഴിവാണ്, അഭിരുചിയാണ്. തൊഴിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പഠിക്കുന്ന തൊഴിലിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, പഠനത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം നല്ലൊരു തൊഴിൽ നേടുക എന്നുള്ളതാണ്. ഈ തൊഴിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിരിക്കേണ്ടതുണ്ട്. താല്പര്യം നോക്കണം, ജോലിയുടെ സ്വഭാവം നോക്കണം, ജോലിയുടെ ചുറ്റുപാട് നോക്കണം, സാലറി നോക്കണം, സ്റ്റാറ്റസ് നോക്കണം, ആണാണോ പെണ്ണാണോ നോക്കണം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കണം, വാല്യൂസ്, എത്തിക്സ്, പേഴ്സണാലിറ്റി ടൈപ്പ് ഇതൊക്കെ നോക്കണം. പലപ്പോഴും കുട്ടികൾ നോക്കാൻ വിട്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കഴിവ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻബോൺ എബിലിറ്റി ടു ഡു സംതിങ്. അപ്പം ഒരു മേഖലയിൽ പോകാൻ താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവണം. എന്നാൽ ആ മേഖലയിലേക്ക് പോകാൻ എനിക്ക് കഴിവുണ്ടോ ഇല്ലേ എന്ന സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അഭിരുചി നിർണയ പരീക്ഷ. ഓൾ ഓവർ ദി വേൾഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോമെട്രിക് ടൂളിന് പറയുന്ന പേരാണ് DAT, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സിജി സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പേരാണ് CDAT, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ കുട്ടികൾ ഏതെങ്കിലും ഒരു മേഖലയിൽ താല്പര്യമുണ്ട്, കഴിവുണ്ടോ അല്ലേ എന്ന സംശയം ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് നടത്തിയാൽ നിങ്ങൾക്ക് കറക്റ്റ് തീരുമാനം എടുക്കാൻ കഴിയും. CGCareer.com എന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. CGCareer.com. ഏകദേശം 2-2.5 മണിക്കൂർ നിൽക്കുന്ന വലിയൊരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസം നിങ്ങൾക്ക് ടെസ്റ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈനാണ് ടെസ്റ്റ്, വീട്ടിലിരുന്ന് എഴുതിയാൽ മതി. കമ്പ്യൂട്ടറും അതുപോലെ തന്നെ നെറ്റ്വർക്കും ഒക്കെ ഓക്കെ ആണെങ്കിൽ വെള്ളി ഞായർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഈ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസവും ഇഷ്ടപ്പെട്ട സമയവും നിങ്ങൾക്ക് തന്നെ കൗൺസിലിംഗ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. രക്ഷിതാവ് സഹിതം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൗൺസിലിംഗ് ഉണ്ടാവും. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ താല്പര്യവും മാച്ച് ചെയ്യുന്നുണ്ടോ, മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾ നിങ്ങൾക്കുണ്ട്, ഏതെല്ലാം എൻട്രൻസ് എക്സാംസ് നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയും. ഇനി നിങ്ങളുടെ താല്പര്യവും കഴിവും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം മേഖലയിലാണ് കഴിവ് കൂടുതലുള്ളത്, ഏതെല്ലാം മേഖലയിലേക്ക് പോയാൽ നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഇതാണ് സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള രണ്ടാമത്തെ പ്രൊജക്ട്. ഇതുപോലെ ഒരുപാട് പ്രൊജക്ട് കരിയർ ഡിപ്പാർട്ട്മെന്റ് കീഴിലുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ cigi.org എന്ന വെബ്സൈറ്റിൽ നിന്നും കാണാൻ പറ്റും. CIGI.org. സിജിയുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച പ്രോഗ്രാം ഉണ്ടായിരുന്നു, അടുത്ത ഞായറാഴ്ച പ്രോഗ്രാം ഉണ്ട്, ഇന്നുണ്ട്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ VHSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ്, സാധാരണ +1 +2 പഠിക്കാൻ പോകുന്നത് പോലെ പഠിക്കാൻ പോകാൻ പറ്റിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകള്, കോഴ്സുകള്. ദെൻ സാധാരണ +1 +2 പഠിച്ച് ഏതെല്ലാം മേഖലയിലേക്ക് പോകാൻ പറ്റുമോ ആ മേഖലയിലേക്കൊക്കെ ഈ VHSC കഴിഞ്ഞിട്ട് പോകാനും കഴിയും. പ്ലസ് അതിന് പുറമെ നമ്മളൊരു വൊക്കേഷൻ, തൊഴിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏതെല്ലാമാണ് സബ്ജക്ട് കോമ്പിനേഷൻ എന്നിവിടെ വിശദീകരിക്കും. അതുപോലെ തന്നെ CBSE കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ CBSEയിലെ കോമ്പിനേഷനും വളരെ ചുരുക്കി ഇവിടെ പ്രതിപാദിക്കുന്നതാണ്. ഈ സെഷന് ശേഷം നമ്മൾ ഒരു Q&A സെഷൻ ഉണ്ടാവും. ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് കൂടുതൽ സംശയങ്ങളില്ലെങ്കിൽ ഇവിടെ പറയാത്ത, എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഏതെങ്കിലും കരിയർ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരവും ഈ സെഷന് ശേഷം ഉണ്ടാവും. ഇതൊരു ചെറിയ സെഷനാണ്, പ്രസന്റേഷൻ എന്ന അർത്ഥത്തിൽ. VHSC സബ്ജക്ട് കോമ്പിനേഷൻ. നിങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളതാണ് ഈ ഒരു സൺഡേ കരിയർ ഓൺലൈൻ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ ഒരു പ്രസന്റേഷൻ അല്ല ഇവിടെ ഉണ്ടാവുന്നത്, ചെറിയൊരു പ്രസന്റേഷൻ ആയിരിക്കും. ദെൻ നമുക്ക് Q&A സെഷനിലേക്ക് വരികയും ചെയ്യാം. മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും ഈ ഒരു പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് ഷിഫാന മാം ആണ്. അവര് സിജിയുടെ റിസോഴ്സ് പേഴ്സൺ ആണ്. വളരെ ഹൃദ്യമായി സന്തോഷപൂർവ്വം ഈ ഒരു സെഷൻ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാമിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
Over to Shifana ma'am. അഷ്കർ സാർ, Yes. എന്റെ ഫോൺ എന്തോ ഹാങ് ആയിപ്പോയി. ഞാൻ എന്നിട്ട് വേറെ ഫോണിലാണ് കയറി, അതാ കുറച്ച് ലേറ്റ് ആയത്. Okay. ഓക്കെ. Good morning all. Am I audible, sir? Yes. Okay. Thank you all. Good morning. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് VHSC അതുപോലെ തന്നെ CBSE സബ്ജക്ട് കോമ്പിനേഷനുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, അസ്കർ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ HSC അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനൊപ്പം തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന മറ്റൊരു മേഖലകളാണ് CBSE ആൻഡ് VHSC എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് കൂടുതൽ അറിയാത്തതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് VHSC എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ VHSC എന്താണ്, അതിന്റെ കോഴ്സുകൾ എന്താണ്, അതിന്റെ ഫർദർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ CBSE +1 +2 അതിലെ സബ്ജക്ട് കോമ്പിനേഷനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചുരുക്കി വിവരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. സർ വിസിബിൾ അല്ലേ സ്ക്രീന്? ഷെയർ ആയിട്ടില്ലല്ലോ. യെസ്. താങ്ക് യു സർ. അത് നമ്മുടെ പ്രസന്റേഷൻ മോഡിലേക്ക് ഒന്ന് മാറ്റാണ്ട് മാറ്റിയിട്ടുണ്ടല്ലോ, ആയിട്ടില്ല. ഓക്കെ. VHSC ആൻഡ് CBSE കോമ്പിനേഷനുകളെ കുറിച്ചിട്ടാണ്. കേരള VHSC എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ് VHSC എന്ന് പറയുന്നത്. 1983 മുതൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ ഒരു VHSC അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. നമ്മൾ നോർമലി ഈ ഒരു VHSC എന്ന് പറയുമ്പോൾ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എന്തെങ്കിലും തൊഴിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്നുള്ളത് മാത്രമായിട്ടാണ് റീസെന്റ് ഇയേഴ്സ് വരെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനപ്പുറം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല കൂടിയാണ് VHSC എന്ന് പറയുന്നത്. VHSC എന്ന് പറയുന്ന സമയത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതായത് ഈ കുട്ടികൾ ഈ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു +2 ഡ്യൂറേഷനുള്ള ഈ ഒരു 2 കൊല്ലത്തെ കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴേക്കും അവര് ഒരു തൊഴിലധിഷ്ഠിത മേഖലകളിലേക്ക് പോവാൻ കൂടി തൽപരരാക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് കേരള VHSC ബോർഡ് ഈ ഒരു VHSC എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേരള VHSC ലേക്ക് പോകുന്ന സമയത്ത് നോർമലി നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നത് പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാണ് ഇതിലേക്കുള്ള അഡ്മിഷൻ വരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ +1 ഏകജാലക പ്രവേശനം നടത്താറുണ്ട്. അതുപോലെയുള്ള സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു കേരള VHSC അഡ്മിഷൻ പ്രൊസീജിയറിലും നടക്കുന്നത്. ഏതൊരു എക്സാമിലായി ഇപ്പോൾ CBSE പഠിച്ച കുട്ടികളാണെങ്കിൽ CBSEയിലെ മിനിമം മാർക്ക് ഏതാണോ ആ റിക്വയർമെന്റ്സ് ആണ് മീറ്റ് ചെയ്യേണ്ടത്. കേരള ബോർഡ് പഠിച്ച കുട്ടികളാണ് എങ്കിൽ മിനിമം D+ ഗ്രേഡ് എങ്കിലും SLCക്ക് എല്ലാ സബ്ജക്റ്റിനും നേടിയിട്ട് പാസ്സാവണം എന്നുള്ളതാണ് ഈ ഒരു VHSCയിലെ +1 അല്ലെങ്കിൽ 11ാം തരം അഡ്മിഷന് വേണ്ടുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. VHSC AP അല്ലെങ്കിൽ VHS CAP എന്ന് പറയുന്ന സൈറ്റിലൂടെ സിംഗിൾ വിൻഡോ അഡ്മിഷൻ ത്രൂ ആണ് ഇതിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കറിയാം, നമ്മൾ +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് കോഴ്സിനാണോ തിരഞ്ഞെടുക്കുന്നത് ആ കോഴ്സിന് വേണ്ടുന്ന സബ്ജക്റ്റുകൾ ഏതാണ്, അതിന്റെ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് മെത്തേഡ് വഴിയാണ് സെലക്ഷൻ നടത്താറുള്ളത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു +1 VHSCയിലേക്ക് വരുന്ന സമയത്തും WGPA മെത്തേഡ് അനുസരിച്ച് തന്നെയായിരിക്കും കുട്ടികളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്കുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അവരുടെ മാനദണ്ഡമായിട്ട് മാറുന്നതും.
കേരള HSC പറയുന്നത് പോലെ തന്നെ മൾട്ടിപ്പിൾ അലോട്ട്മെന്റ് റൗണ്ടുകളിലൂടെയാണ് കേരള VHSCയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറും നോർമലി നടക്കാറുള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, അതിനുശേഷമുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ ത്രൂ ആണ് കേരള VHSCയിലേക്കുള്ള അഡ്മിഷനുകളും നടക്കാറുള്ളത്. അതുപോലെ തന്നെ ഇതാണ് നമ്മളിപ്പോ VHSC അല്ലെങ്കിൽ കേരള VHSC +1 അഡ്മിഷൻ നേടുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം പോയാൽ കിട്ടുന്ന ഒരു വിൻഡോ എന്ന് പറഞ്ഞത് ഈ ഒരു രജിസ്ട്രേഷൻ വിൻഡോ ആയിരിക്കും. ഈ ഒരു രജിസ്ട്രേഷൻ വിൻഡോ കൊടുക്കുന്ന സമയത്ത് നോർമലി സ്റ്റുഡൻസിന്റെ നെയിം, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നമ്മളോട് ചോദിക്കാറുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡന്റ് നെയിം എന്നുള്ളത് നമ്മുടെ SLC അല്ലെങ്കിൽ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ഏതാണോ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫർദർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മൊബൈൽ നമ്പർ ത്രൂ ആയിരിക്കും വരിക. അലോട്ട്മെന്റ് കാര്യങ്ങളായാലും ബാക്കിയുള്ള ഫർദർ പ്രൊസീഡിങ്സ് ആയാലും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഈ ഒരു രജിസ്ട്രേഷൻ എൻ്റെ പ്രോസസ്സിലും ഈ ഒരു മൊബൈൽ നമ്പർ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇമെയിൽ ID നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരേണ്ടുന്നതായിട്ടുള്ള ഒരു ഇമെയിൽ IDയും കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു അക്കൗണ്ട് ആക്കിയതിനു ശേഷമാണ് ഫർദർ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകാറുള്ളത്. അതുപോലെ തന്നെ ഇതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന രേഖകൾ, നമ്മുടെ SLC സർട്ടിഫിക്കറ്റ് വേണം, TC, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ മാർക്ക് ലിസ്റ്റ്. ഇപ്പോ NSS അല്ലെങ്കിൽ JRC പോലെയുള്ള ഇതിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഗ്രേസ് മാർക്ക് അവൈൽ ചെയ്യാൻ വേണ്ടുന്ന ഡോക്യുമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമയത്ത് വേണ്ടത്. നോർമലി പിന്നെ ചില കോഴ്സിനും മറ്റൊക്കെ പോകുന്ന സമയത്ത് നോൺ ക്രീമൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. എങ്കിലും നമ്മുടെ കേരള ബോർഡിനെ സംബന്ധിച്ചിട്ട് കാസ്റ്റും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മുടെ SLC ബുക്കിലുള്ള കാസ്റ്റും കാര്യങ്ങളാണ് അവര് നോക്കാറുള്ളത് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ, VHSCയിലെ സബ്ജക്ട് കോമ്പിനേഷൻ പറയുന്ന സമയത്താണ് ഇവിടെ പിന്നെ നമ്മുടെ നമ്മുടെ കേരള HSC സ്ട്രീമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനും കാര്യങ്ങളും വരുന്നത്. നമുക്കറിയാം കേരള HSC സ്ട്രീമിൽ വരുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടാവും, അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും. അതിന്റെ കൂടെ 4 കോർ സബ്ജക്റ്റുകളായിട്ടാണ് നമ്മുടെ സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്. എന്നാൽ VHSCയെ സംബന്ധിച്ചിട്ട് ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഏത് സബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാലും VHSCയിൽ ഗ്രൂപ്പ് A, B, C, D അങ്ങനെ 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 2 സയൻസ് സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഇത്തരത്തിലുള്ള 4 സബ്ജക്ട് കോമ്പിനേഷൻ ആണ് നമ്മുടെ VHSCയുടെ കാര്യത്തിലുള്ളത്. അപ്പൊ ഈ 4 സബ്ജക്ട് കോമ്പിനേഷൻ ആയിക്കഴിഞ്ഞാൽ തന്നെയും ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് VHSCയിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കമ്പൽസറി സബ്ജക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടാവും. അത് ഏത് സബ്ജക്ട് കോമ്പിനേഷൻ ആയിക്കാളും ഈ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി കോഴ്സ് തന്നെയാണ്. അതോടൊപ്പം ഗ്രൂപ്പ് A സയൻസ് വരുന്ന സമയത്ത് അതിനെ ടെക്നിക്കൽ ഓർ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഫീൽഡിലേക്ക് പോകാനുള്ള സബ്ജക്റ്റുകളായിട്ടാണ് പറയാറുള്ളത്. എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമുക്കറിയാം എന്താണ് മാത്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മാത്സിലേക്ക് വരുന്ന സമയത്ത് സയൻസിന്റെ സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഈ 3 സബ്ജക്റ്റുകളായിരിക്കും. ബയോളജി ഇവിടെ നിൽക്കുന്നതല്ല. ഈ 3 സബ്ജക്ട് പ്ലസ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, കമ്പൽസറി ഇംഗ്ലീഷ്, ഇതിന്റെ കൂടെ നമ്മുടെ ഗ്രൂപ്പ് A സയൻസിലെ മറ്റു സയൻസ് കോമ്പിനേഷനുകളായിട്ടുള്ള ഓട്ടോമൊബൈൽ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ടെക്നോളജി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ഏതെങ്കിലും ഒരു കോഴ്സ് കൂടിയാണ് ഈ ഒരു ഗ്രൂപ്പ് A സയൻസ് കോമ്പിനേഷനിൽ വരുന്നത്. ഇനി സയൻസിന്റെ നെക്സ്റ്റ് ഗ്രൂപ്പ് B സയൻസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ഓർ പാരാമെഡിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകുന്ന കുട്ടികൾക്ക്
ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണിത്. ഈ ഒരു കോഴ്സ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് മൈൻലി ലൈഫ് സയൻസുകളായിട്ട് അല്ലെങ്കിൽ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്ത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫർദർ സ്റ്റഡീസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഈ ഒരു ഗ്രൂപ്പ് ബി സയൻസ് കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതിന്റെ കൂടെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഉണ്ടാവും, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ബി സയൻസ് എടുത്ത കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു സയൻസ് കോമ്പിനേഷനിൽ വരുന്ന സമയത്ത് ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കാണ്, ബ്യൂട്ടി തെറാപ്പിസ്റ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കാണ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് മെയിൻലി ഈ ഗ്രൂപ്പ് ബി സയൻസിലുള്ള കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണ് എങ്കിൽ ഇപ്പൊ ഗ്രൂപ്പ് ബി സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയും അതിന്റെ കൂടെ ബയോളജി ആണ് വരുന്നത്, മാത്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ഇവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, VHSCയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി സയൻസ് എടുത്ത കുട്ടികൾക്ക് സ്കോൾ കേരള വഴി അഡീഷണൽ ആയിട്ട് മാത്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഓപ്ഷൻ്റെയോടൊപ്പം തന്നെ ഓപ്പൺ സ്കൂൾ വഴി അല്ലെങ്കിൽ സ്കോൾ കേരള വഴി രജിസ്റ്റർ ചെയ്തിട്ട് ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, മാത്സ് ഒരു അഡീഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. ഇവരുടെ ഓവറോൾ ഗ്രേഡോ അല്ലെങ്കിൽ മാർക്കോ വരുന്ന സമയത്ത് ഈ ഒരു എക്സ്ട്രാ സബ്ജക്റ്റിനെ പരിഗണിക്കുന്നതല്ല. പക്ഷെ ഇവർക്ക് പിന്നീട് നമ്മുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു മാത്സ് സ്കോർ അവിടെ പരിഗണിക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു അഡീഷണൽ ഓപ്ഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രൂപ്പ് ബി സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സി വരുന്ന സമയത്ത് ഹ്യൂമാനിറ്റീസ് ആണ് വരുന്നത്. അത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റുകളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ കുട്ടികൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഫെർദർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലകളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, പ്രീ സ്കൂൾ മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ തന്നെ ഗ്രൂപ്പ് സി ഹ്യൂമാനിറ്റീസിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. നാലാമത്തെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റുകളാണ്. ഇവിടെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ് എന്നീ കോഴ്സുകളാണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ പഠിക്കേണ്ടത്. +1 വൊക്കേഷണൽ സബ്ജക്റ്റുകൾ കൂടി പഠിക്കാനുണ്ട്. അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മുടെ ഈ ഒരു വൊക്കേഷണൽ സബ്ജക്റ്റിന്റെ കൂടെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പറയുന്ന സമയത്ത് അവരുടെ ഒരു പ്രോസ്പെക്ടസ് ആണ് ലാസ്റ്റ് ഇയർ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് നിങ്ങൾക്ക് ഇപ്പോ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസ്പെക്ടസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എത്രത്തോളം കോഴ്സുകളാണ് നമ്മുടെ ഈ ഒരു VHSC ഡിപ്പാർട്ട്മെന്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് എ എന്ന് പറയുന്ന സമയത്ത് പവർ ടിൽ ഓപ്പറേറ്റർ, ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേറ്റർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. ഈ ഒരു ജോബ് റോൾ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അഗ്രികൾച്ചർ, മീഡിയ എന്റർടൈൻമെന്റ്, ഓട്ടോമോട്ടീവ്, പവർ, കൺസ്ട്രക്ഷൻ, പവർ തുടങ്ങിയിട്ട് എന്താണ് ഒരുപാട് സബ്ജക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോ ഫീൽഡ് ടെക്നീഷ്യൻ എയർ കണ്ടീഷണർ എന്ന് പറയുന്ന കോഴ്സ് ആണ് എങ്കിൽ നമ്മൾ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ്, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പഠിക്കണം, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പ്ലസ് ഫീൽഡ് ടെക്നീഷ്യൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് പെരിഫറൽസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ FTCP എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് കൂടിയാണ് ഈ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതാണ്. അത് പഠിച്ചു കഴിയുന്ന ഒരു കുട്ടിക്ക് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടാണ് ഭാവിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് ബി സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത്
അൺലൈക്ക് ഗ്രൂപ്പ് എ സബ്ജക്റ്റുകൾ ഇവിടെ എന്താണ് ബയോളജി ആണ് മാത്സിന് പകരമായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് എടുത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ സ്കോൾ കേരള വഴി അഡീഷണൽ മാത്സ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് മാത്സ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സുകൾ ഇതിലെ ജോബ് റോൾ സെക്ടറുകൾ നോക്കുന്ന സമയത്ത് അപ്പാരൽ മെയ്ഡപ്സ്, മാനേജ്മെന്റ്, ഓണർഷിപ്പ്, ബ്യൂട്ടി ആൻഡ് വെൽനെസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് നമ്മുടെ VHSC പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഗ്രൂപ്പ് സി സർവീസുകൾ ഗ്രൂപ്പ് സി കോഴ്സുകൾ വരുന്ന സമയത്ത് കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളാണ് മെയിൻലി വരുന്നത്. ഗ്രൂപ്പ് ഡി വരുന്ന സമയത്ത് എന്താണ് ബിസിനസ് കറസ്പോണ്ടന്റ്, അക്കൗണ്ട് അസിസ്റ്റൻസ്, ക്രാഫ്റ്റ് ബേക്കർ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളാണ്. ഇവിടെയും നമുക്ക് കാണാം എന്താണ് ഗ്രൂപ്പ് ഡി സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് നമ്മുടെ കോമൺ കൊമേഴ്സ് സബ്ജക്റ്റുകളായിട്ടുള്ള അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ് പ്ലസ് ഓണർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ്. അതിന്റെ കൂടെയാണ് ഈ BFSI കോഴ്സിന്റെ BCA സബ്ജക്ട് വരുന്നത്. അത്തരത്തിൽ എന്താണ് നമ്മുടെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നൽകുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തതിലൂടെ നമ്മുടെ VHSC ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു VHSC കോഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മാൻഡറ്ററി സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷും ഓണർപ്രണർഷിപ്പ് ഡെവലപ്മെന്റുമാണ് ഉള്ളത്. അതിന്റെ കൂടെ നമ്മുടെ 3 സബ്ജക്റ്റുകളാണ് വരുന്നത്. പിന്നെ എന്താണ് അതിന്റെ കൂടെ നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ കോഴ്സ് ഏതാണോ, കൺസേൺഡ് കോഴ്സ് ഏതാണ് അതുകൂടിയാണ് വരുന്നത്. ഗ്രൂപ്പ് ബി എടുക്കുന്ന കുട്ടികൾക്ക് എന്താണ് അഡീഷണൽ മാത്സ് ഓപ്ഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ VHSC കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുള്ളതാണ്. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുള്ള മാനദണ്ഡം കൊടുക്കുന്ന നാഷണൽ വൈഡ് ആയിട്ടുള്ള ഏജൻസിയാണ്. 0 to 10 വരെയുള്ള ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് ഇതിന്റെ റാങ്കിങ് നിർണ്ണയിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ഈ ഒരു VHSC കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്കില്ല് കുട്ടിക്കുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് NSQF ആണ് നൽകുന്നത്. ഈ ഒരു NSQF സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടുകൂടി നമ്മൾ ഇപ്പൊ ഒരു +2 കഴിഞ്ഞിട്ട് തന്നെ ചിലപ്പോൾ കുട്ടി ജോബിന് പോകുന്നുണ്ട് എങ്കിൽ എന്താണ് ഈ ഒരു NSQF സർട്ടിഫിക്കറ്റ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. നിലവിൽ 220-ലധികം കോഴ്സുകൾ നമ്മുടെ VHSC ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ HSCയിൽ നടക്കുന്ന ഏകജാലക പ്രവേശനം പോലെ തന്നെ നമ്മുടെ ഏകജാലക പ്രവേശനം വഴി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു സമയത്ത് കൊടുക്കുക. കാരണം നമ്മളിപ്പോ ആദ്യം കൊടുക്കുന്നത് ഏത് സബ്ജക്റ്റിനാണോ അല്ലെങ്കിൽ ഏത് സ്കൂളിനാണോ മുൻഗണന എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ ഒരു 2026 മാർച്ചിൽ നമ്മുടെ VHSC ഡിപ്പാർട്ട്മെന്റിന് AB ഡ്യുവൽ സ്റ്റാറ്റസ് ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നാഷണൽ വൈസ് ആയിട്ടുള്ള റെക്കഗ്നിഷന് ഉതകുന്ന രീതിയിലുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുമുള്ള അധികാരം നമ്മുടെ VHSCയുടെ ഈ ഒരു കോഴ്സുകൾക്ക് നാഷണൽ വൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു VHSC കോഴ്സിനുള്ള അപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഒന്നുകൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയുകയാണ്. അതിനോടൊപ്പം ഇനി നമുക്ക് VHSC ഗ്രൂപ്പുകളിലുള്ള വേരിയസ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഫർദർ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ മുൻപേ കേട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വരുന്നുണ്ട്. മുമ്പ് നമ്മൾ അതിനെ പാരാമെഡിക്കൽ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അതിനെ അലൈഡ് മെഡിക്കൽ കോഴ്സസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ മെഡിക്കൽ ലബോറട്ടറി സംബന്ധമായിട്ടുള്ള കോഴ്സുകളിലേക്ക് മാറാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT, ഓട്ടോമൊബൈൽ ടെക്നോളജി, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയിട്ടുള്ള ഏത് കോഴ്സുകളിലേക്കും ഈ VHSC എടുക്കുന്ന കോഴ്സുകളിലേക്ക് കുട്ടികൾക്ക് പോകാവുന്നതാണ്. മുമ്പ് നമുക്കുണ്ടായിരുന്ന ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് VHSC പഠിച്ച കുട്ടികൾക്ക് ഹയർ ഓപ്ഷൻസിന് വേറൊന്നിനും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു തെറ്റായിട്ടുള്ള ധാരണ തന്നെയാണ്. കാരണം
മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾ പോകുന്നതിനോടൊപ്പം തന്നെ VHSC കോഴ്സുകൾ പഠിച്ച കുട്ടികൾക്കും അവർ പഠിച്ച സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ഹയർ ഓപ്ഷൻസിന് പോകാവുന്നതാണ്. അതുപോലെ തന്നെ BVOC അല്ലെങ്കിൽ എന്താണ് ബാച്ചിലർ ഇൻ വൊക്കേഷണൽ കോഴ്സസ് ഡിഗ്രി കോഴ്സുകളിലേക്ക് പോകാവുന്നതാണ്. BVOC കോഴ്സുകൾ വരുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു ഹാൻഡ് ഓൺ ട്രെയിനിങ്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് BVOC കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു ട്രെയിനിങ്ങുമായിട്ട് അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു. ഇപ്പൊ ഇത്ര ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കോഴ്സുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ഓക്കെ ഇവിടെ അൺസ്റ്റേബിൾ കാണിച്ചു ഇന്റർനെറ്റ് കണക്ഷൻ, അതാ ചോദിച്ചത്. അപ്പൊ ഇത്തരത്തില് ഒരുപാട് ഓപ്ഷൻസ് VHSC പഠിച്ച കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഫർദർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത്രയും ഓപ്ഷൻസ് സാധാരണ കുട്ടികൾക്കുള്ളത് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള PSC ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ച കുട്ടികൾക്കുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേറെയും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണ് എങ്കിൽ VHSC പഠിച്ചു എന്നുള്ളത് കൊണ്ട് ആരും പിന്നോട്ടാവുന്നില്ല. പകരം എന്താണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരള HSC പഠിക്കുന്ന അതിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഇക്വിവാലൻസ് അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് VHSCക്ക് ലഭിക്കുന്നത് എന്നാണ്. കേരള ഹയർ സെക്കൻഡറി കുട്ടിക്ക് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഇത്ര മാർക്കാണ്, അതിന് കിട്ടുന്ന സെയിം വെയിറ്റേജ് തന്നെയായിരിക്കും ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുന്ന സമയത്ത് VHSC പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ജോബിലും കാര്യങ്ങൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, BVOC കോഴ്സുകൾ പോലെയുള്ളതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് എക്സ്ട്രാ ഉള്ള ഒരു ബെനിഫിറ്റ് ആണ് BSc അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഹയർ ഓപ്ഷൻസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് VHSC പഠിച്ച കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ട് എന്നുള്ളത്. ചില കോഴ്സുകൾക്ക് 2% റിസർവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ BSc അഗ്രികൾച്ചർ ഒക്കെ ആണെങ്കിൽ നീറ്റ് സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 6 സീറ്റുകൾ ഈ ഒരു VHSC പഠിച്ച കുട്ടികൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു +2 കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇനിയിപ്പോ ഫർദർ സ്റ്റഡീസിന് പോകണ്ട അല്ലെങ്കിൽ ഈ ഒരു VHSC ബേസ് ചെയ്തിട്ടുള്ള ഒരു ജോബിനാണ് പോവാൻ താല്പര്യമെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിനിങ്ങിന് പോവാം. അപ്പൊ അത്തരത്തിൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലൂടെ ഒരു ജോബ് റെഡിനെസ്സും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങുമാണ് ഈ ഒരു VHSC പഠിച്ച കുട്ടികൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 6 സബ്ജക്റ്റുകളാണ് VHSCക്ക് ഉള്ളത്. അതില് ഇംഗ്ലീഷും അതുപോലെ നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കമ്പൽസറി സബ്ജക്റ്റും അതുപോലെ ഗ്രൂപ്പ് ABCD ഇതിൽ വരുന്ന അവരുടെ കൺസേൺഡ് സബ്ജക്റ്റിന്റെ കോമ്പിനേഷൻസ് ഏതാണോ ആ ഒരു സബ്ജക്റ്റ് പ്ലസ് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള VHSC കോഴ്സ് ഏതാണോ അതുമാണ് ഈ ഒരു VHSC കോഴ്സിൽ വരുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമം ഏജ് ആയിട്ട് റിക്വയർമെന്റ്സ് വെച്ചിരിക്കുന്നത് 15 വയസ്സും മാക്സിമം ഏജ് 20 മാർക്സുമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഗ്രേഡിംഗ് രീതിയിലാണ് നടന്നു പോകുന്നത്. പണ്ടത്തെ രീതിയിൽ പഠിച്ച ആൾക്കാരാണ് എങ്കിൽ അവരുടെ മാർക്കിനെ ഇപ്പോഴത്തെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റിയതിനു ശേഷമായിരിക്കും VHSCക്ക് വേണ്ട WGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ VHSC സബ്ജക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്.
നെക്സ്റ്റ് എൻ്റെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ 10th കഴിഞ്ഞാലുള്ള അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് CBSE ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നടത്തുന്ന +1 പ്രവേശനത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ കേരള HSC അല്ലെങ്കിൽ VHSC സബ്ജക്റ്റുകൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഏകജാലക സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാണ് അഡ്മിഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വരുന്ന സമയത്ത് ഇവിടെ കുറച്ചും കൂടി ഒന്ന് കുറച്ച് ഡീസെൻട്രലൈസ് ചെയ്തിട്ട് എന്നൊക്കെ നമുക്ക് പറയാവുന്നത് പോലെ അതാത് സ്കൂളുകൾ നേരിട്ടാണ് CBSE സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻ നടത്താറുള്ളത്. ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരും CBSE സ്കൂളുകളിൽ അഡ്മിഷൻ നേടാറുണ്ട്. അതുപോലെ തന്നെ പുറത്ത് ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരും അഡ്മിഷൻ നേടാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്കൂളുകൾ നേരിട്ട് അഡ്മിഷൻ നടത്തുന്നു എന്നതിനപ്പുറം തന്നെ നമ്മുടെ ഈ ഒരു +1 +2 കേരള സിലബസ് ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ റിസൾട്ട് വന്ന ശേഷമാണ് നോർമലി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യാത്ത സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഗൾഫ് സ്കൂളുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ സ്കൂളുകൾ നോർമലി നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. 9ാം ക്ലാസ്സിലെ മാർക്ക്, ഫൈനലിലെ മാർക്ക് ലിസ്റ്റും അതല്ലെങ്കിൽ ആ കുട്ടി 10ാം ക്ലാസ്സിൽ അതുവരെ കാഴ്ചവെച്ച പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇവരെന്ത് ചെയ്യും, പ്രൊവിഷണലി ആ സ്കൂളിലേക്ക് ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് 10th റിസൾട്ട് വന്നതിന് ശേഷം ഫൈനൽ അഡ്മിഷനായിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ HSC അല്ലെങ്കിൽ VHSC കോഴ്സുകൾ വരുന്ന സമയത്ത് അവിടെ ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഗവൺമെന്റ് അംഗീകരിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഓൾറെഡി വെബ്സൈറ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക എങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ കോമ്പിനേഷനുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് അതാത് സ്കൂളുകൾ അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളതാണ്. നോർമലി നമ്മുടെ CBSE സ്കൂളുകളിൽ കണ്ടുവരുന്ന ഒരു സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ഇംഗ്ലീഷ് പ്ലസ് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുകളാണ്. 5 സബ്ജക്റ്റുകളാണ് വരാറുള്ളത്. ഇതിനെ മെഡിക്കൽ സബ്ജക്റ്റുകൾ എന്നാണ് പറയുന്നത്, ബയോളജി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ. അതല്ലെങ്കിൽ നോൺ മെഡിക്കൽ സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ബയോളജി ഇല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പ്ലസ് ഇംഗ്ലീഷ്, പിന്നെ അതിന്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് കൂടി വരുന്നതും CBSEയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ മാത്സും ബയോളജിയും രണ്ടും വേണമെന്നുള്ള കുട്ടികളാണ് എങ്കിൽ മാത്സും ബയോളജിയും ഒരുമിച്ച് എടുക്കാനുള്ള ഒരു ഓപ്ഷനും സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊമേഴ്സ് ആണ്. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളാണ് കോർ സബ്ജക്റ്റുകളായിട്ട്, എന്തായാലും നിർബന്ധമായിട്ട് എടുക്കേണ്ട സബ്ജക്റ്റുകളാണ് കോർ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ കൊമേഴ്സ് സ്ട്രീമില് കോർ സബ്ജക്റ്റുകളായിട്ട് വരുന്നത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് തുടങ്ങിയവയാണ്. പിന്നെ ഓപ്ഷണൽ ആയിട്ട് കുട്ടിക്ക് വേറൊരു സബ്ജക്റ്റ് കൂടി എടുക്കാം. മാത്തമാറ്റിക്സ്, ഇൻഫോർമാറ്റിക് പ്രാക്ടീസസ്, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളാണ് വരുന്നത്. പ്ലസ് നമ്മുടെ ഒരു സബ്ജക്ട് കമ്പൽസറി സബ്ജക്റ്റുമായിട്ട് സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്, അത് നെക്സ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഹ്യൂമാനിറ്റീസ് ഓർ ആർട്ട് സ്ട്രീം വരുന്ന സമയത്ത് കോർ സബ്ജക്റ്റുകളായിട്ട് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളും, ഇലക്ടീവായിട്ട് എക്കണോമിക്സ്, ഫൈൻ ആർട്സ്, ലീഗൽ സ്റ്റഡീസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളുമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ VHSC പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റുകളെ 5 ആയിട്ടാണ് മാറ്റിയിട്ടുള്ളതായിട്ട് കാണാം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഹിന്ദി ആവാം, അതല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷ് ആവാം. ഹിന്ദിയോ ഇംഗ്ലീഷോ അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കണം പിന്നെ നമ്മൾ ഗ്രൂപ്പ് സബ്ജക്ട് 1 ആയിട്ട് കമ്പൽസറി സബ്ജക്റ്റുകളായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് അക്കാഡമിക് എലക്റ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആവും രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, 3 സബ്ജക്റ്റുകൾ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ഗ്രൂപ്പ് A അല്ലെങ്കിൽ ഗ്രൂപ്പ് S അല്ലെങ്കിൽ ഗ്രൂപ്പ് L, ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഏത് ലാംഗ്വേജ് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ കൂടെയുള്ള 3 സബ്ജക്റ്റുകളായിട്ട് എടുക്കാം. നേരത്തെ VHSCയിലെ മാത്സ് ഒരു ഇലക്ടീവായിട്ട്
ഓപ്ഷനായിട്ട് എടുക്കുക. നമ്മൾ അഡീഷണൽ സബ്ജക്ട് ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ നമ്മളിപ്പോ ഒരു കുട്ടി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓപ്ഷൻ എടുത്തു. ആ കുട്ടിക്ക് ബയോളജി കൂടി പഠിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് +2 എത്തുന്ന സമയത്ത് പരാജയപ്പെടും എന്നുള്ള ഭീതി ഉണ്ട് എങ്കിൽ അവർക്ക് ഒരു സബ്ജക്ട് കൂടി അഡീഷണൽ ആയിട്ട് എടുക്കാം. ഈ നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത 5 സബ്ജക്റ്റുകളും പാസ്സാവണം അല്ലെ? നോർമലി നമ്മളൊരു കോഴ്സ് പാസ്സാവണമെങ്കിൽ അതിലുള്ള 5 സബ്ജക്റ്റുകളും നമ്മൾ പാസ്സായിരിക്കണം. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ 6 സബ്ജക്ട് എടുത്തു. ഒരു സബ്ജക്ട് നമ്മൾ അഡീഷണൽ ആയിട്ടാണ് എടുക്കുന്നത്. 5ന് പുറമെ എടുക്കുന്നതാണ് ഈ ഒന്ന്. പക്ഷെ നമ്മൾ ഇൻ കേസ് ഈ 5 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഫെയിൽ ആവുകയാണ്, അല്ലെങ്കിൽ മിനിമം മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ഒരു 6ാമത്തെ സബ്ജക്റ്റിലെ മാർക്ക് എന്ത് ചെയ്യും? CBSE പരിഗണിക്കും. ഈ ഒരു 6ാമത്തെ സബ്ജക്റ്റിൽ ഈ കുട്ടി ഈ +2 പാസ്സാവാനുള്ള മാർക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒബ്വിയസ്ലി ആ പരാജയപ്പെട്ട സബ്ജക്റ്റിന്റെ മാർക്ക് നോക്കില്ല. പകരം എന്താണ്, ഈ 6ാമത്തെ സബ്ജക്റ്റിന്റെ മാർക്ക് എടുത്തുകൊണ്ട് ഈ കുട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്രേഡ് കാർഡിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഹയസ്റ്റ് ആയിട്ടുള്ള 5 സബ്ജക്റ്റുകളുടെ മാർക്കായിരിക്കും ഈ ഒരു CBSEയില് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വരിക എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. സ്ക്രീൻ വിസിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ ക്ലാസ് 9 അല്ലെങ്കിൽ 11ലേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ CBSEയിലൊക്കെ തന്നെ കൂടുതൽ സബ്ജക്ട് കോമ്പിനേഷൻസ് വരുന്നതായിട്ട് കാണുന്നത്. ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മുടെ CBSEയുടെ പ്രോസ്പെക്ടസ് ആണ്. CBSE പ്രോസ്പെക്ടസ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം സബ്ജക്ട് 1 ഹിന്ദി ഇലക്ടീവ്, ഹിന്ദി കോർ, ഇംഗ്ലീഷ് ഇലക്ടീവ്, ഇംഗ്ലീഷ് കോർ എന്ന്. ഒന്നുകിൽ ഹിന്ദി ഇലക്ടീവ്, ഹിന്ദി കോർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഹിന്ദി, ഇംഗ്ലീഷ് ഈ 2 ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒന്ന് കമ്പൽസറി സബ്ജക്ട് 1 ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. ഇനി സബ്ജക്ട് 2 ആയിട്ട് ഒന്നുകിൽ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് L, ലാംഗ്വേജിന്റെ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് L എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാം. പക്ഷെ ആ സബ്ജക്ട് എന്താവരുത്? നമ്മൾ സബ്ജക്ട് 1 ആയിട്ട് ചൂസ് ചെയ്ത സബ്ജക്ട് ആയിരിക്കരുത്. അതോടൊപ്പം തന്നെ എന്താണ്, ഗ്രൂപ്പ് Aയിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ടീവ് സബ്ജക്റ്റും നമുക്ക് സബ്ജക്ട് 2 ആയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ സബ്ജക്ട് 3, 4, 5 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്നില്ലേ? എന്ന് പറയുന്നത് പോലെയുള്ള 3 സബ്ജക്റ്റുകൾ ഗ്രൂപ്പ് Aയിൽ നിന്നോ S-ൽ നിന്നോ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു അഡീഷണൽ സബ്ജക്ട് ഓപ്ഷനിൽ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ CBSE പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു അഡീഷണൽ ഓപ്ഷണൽ സബ്ജക്ട് 6ാമത്തെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അത് നേരത്തെ നമ്മൾ സബ്ജക്റ്റിലൊന്നും എടുക്കാത്ത ഏതെങ്കിലും ഒരു സബ്ജക്ട് നമുക്ക് അഡീഷണൽ സബ്ജക്ട് ഓപ്ഷണൽ ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് 7ാമതായിട്ട് ഒരു സബ്ജക്ട് കൂടി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ മിക്ക സ്കൂളുകളും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. പിന്നെ പിന്നെയും ഒരു 2 സബ്ജക്റ്റുകൾ കൂടി 7 മുതൽ 9 വരെയുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് അത് ഇന്റേണൽ അസസ്മെന്റ്, കുട്ടിയുടെ ആ സ്കൂളിലുള്ള കാര്യങ്ങളും ഒക്കെ ഇന്റേണൽ ആയിട്ട് അസസ് ചെയ്യാനുള്ള, എന്നാൽ ഗ്രേഡിങ്ങിനെ ബാധിക്കാത്ത തരത്തിലുള്ള സബ്ജക്റ്റുകളാണ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ജനറൽ സ്റ്റഡീസ് തുടങ്ങി ഇന്റേണൽ അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സബ്ജക്ട് 7 to 9 ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു CBSE സമയത്ത് ചില സബ്ജക്റ്റുകൾക്ക് വാലിഡ് സബ്ജക്ട് കോമ്പിനേഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻവാലിഡ് സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ട് എന്നുള്ളത് പറയാറുണ്ട്. അതായത് ചില സബ്ജക്റ്റുകളുടെ കൂടെ ചില സബ്ജക്റ്റുകളെ അഡീഷണൽ ആയിട്ട് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് CBSE അലൗ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു, പിന്നെ ഗ്രൂപ്പ് A സബ്ജക്ട് 1, 2, 3, 4, 5 എന്ന് പറയുന്ന സബ്ജക്റ്റുകളാണുള്ളത് അല്ലെ? അപ്പം ഇവിടെ നമ്മൾ കേസ് 1 ഇൻവാലിഡ് സബ്ജക്ട് കോമ്പിനേഷനിലെ കേസ് 1 നോക്കിക്കഴിഞ്ഞാല് ആ കുട്ടി ഇംഗ്ലീഷ് കോർ എടുത്തു, ഫിസിക്സ് എടുത്തു, കെമിസ്ട്രി എടുത്തു. അതിന്റെ കൂടെ എടുത്തിട്ടുള്ള 2 സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസും കമ്പ്യൂട്ടർ സയൻസസും. അതെന്താണ്? ഒരു ഇൻവാലിഡ് സബ്ജക്ട് കോമ്പിനേഷൻ ആണ്. കാരണം ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസും
കമ്പ്യൂട്ടർ സയൻസും ഒരിക്കലും എന്താണ് ഒരുപോലെ ഒരേ കോമ്പിനേഷനിൽ വരുന്നതായത് കൊണ്ട് തന്നെ ഒന്നിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കേസ് 4 നോക്കുന്ന സമയത്ത് ഹിന്ദി കോറും ഹിന്ദി ഇലക്റ്റീവും ആണ് ആ കുട്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതെന്താണ്, അതൊരു ഇൻവാലിഡ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഗ്രൂപ്പ് എ സബ്ജക്റ്റിൽ നിന്ന് ചൂസ് ചെയ്യാത്ത സബ്ജക്റ്റ് ആയിരിക്കണം സബ്ജക്ട് 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻവാലിഡ് സബ്ജക്ട് കോമ്പിനേഷൻ ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സബ്ജക്ട് കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു വാലിഡ് ആണോ എന്നുള്ളത് നമ്മുടെ CBSEയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ കൺസേൺഡ് സ്കൂളുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുകയാണ്. നേരത്തെ പറഞ്ഞു എന്താണ്, കമ്പൽസറി ആയിട്ടുള്ള 5 സബ്ജക്റ്റുകളാണ് CBSEയിൽ വരുന്നത്. അതിന്റെ കൂടെ തന്നെ എന്താണ്, 6ാമത്തെ ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ചൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇന്റേണൽ അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റുകളും നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു CBSE അഡ്മിഷന് പോകുന്ന സമയത്ത് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫോമും അതുപോലെ തന്നെ ക്ലാസ് 10 മാർക്ക് ഷീറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, യുഡൈസ് പിൻ. അതായത് നമ്മുടെ ഈ CBSE സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിക്ക് അതുവരെയുള്ള അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് UDISC പിൻ എന്ന് പറയുന്നത്, പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ. അത് പല സ്കൂളുകളും ഇപ്പോൾ നിർബന്ധമാക്കിയിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ അപാർ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഡിഗ്രിക്കൊക്കെ പോകുന്ന സമയത്ത് കുട്ടി ഇതുവരെയുള്ള അക്കാഡമിക് പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി ബേസിക് ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ കുട്ടിയുടെ ബേസിക് ഡീറ്റെയിൽസും അടിസ്ഥാനമാക്കിയിട്ട് പെർമനന്റ് ആയിട്ട് ആ കുട്ടി എപ്പോ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആ കുട്ടിയുടെ ഫെർദർ റെഫറൻസിന് വേണ്ടിയിട്ട് അക്കാഡമിക് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അപാർ ID എന്ന് പറയുന്നത്. അതും ചില സ്കൂളുകൾ നിർബന്ധമാക്കിയിട്ടുള്ളതായിട്ട് കാണാം. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. 2026 അഡ്മിഷൻ മുതൽ അത് കമ്പൽസറി ആക്കും എന്നുള്ള രീതിയിലുള്ള CBSEയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നിലവിൽ നിർബന്ധമല്ല എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ VHSE എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുള്ള VHSEയിലെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് കോമ്പിനേഷൻ റൂള്. അതായത് CBSEയിലെ ആ അലൗ ചെയ്തിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻസ് ആണോ നമ്മൾ നോക്കിയിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. അതുപോലെ സയൻസ്, ആർട്സ്, കൊമേഴ്സ് ഇവയിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കണം. അതായത് ഇപ്പൊ സയൻസ് എടുക്കുന്ന കുട്ടിയാണെങ്കിൽ 10th ആ കുട്ടിക്ക് സയൻസിന് വേണ്ടുന്ന ബേസിക് കാര്യങ്ങൾ ആ കുട്ടി പഠിച്ചിട്ടുണ്ടോ, മാർക്ക് നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ CBSE സംബന്ധിച്ച് എടുത്തിട്ട് നമുക്ക് എന്താണ് സബ്ജക്റ്റുകൾ മാറ്റാനുള്ള അവസരമുണ്ട്. അതുപോലെ 6ാമത്തെ ഒരു സബ്ജക്ട് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടി നമ്മുടെ CBSE പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് CBSE സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ CBSEയിലെ മാർക്കിംഗ് സ്കീം വരുന്ന സമയത്ത് എന്താണ് ഇന്റേണൽ അസസ്മെന്റിനും അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ റിട്ടൺ എക്സാമിനേഷനും 33% ഇൻഡിവിജ്വലി വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് 33% റൂള് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം NEP റൂളുകൾ വന്നിട്ടുണ്ട്. ആ NEP റൂളിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടുന്ന സബ്ജക്റ്റുകൾ ഏത് തരത്തിലും കമ്പൈൻ ചെയ്ത് എടുക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് ഇപ്പം ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സയൻസിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എടുക്കാമെന്നൊക്കെ NEPയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ആ സ്കൂളിന്റെ ലോയും CBSEയുടെ ലോയും കൂടി അനുവദിക്കുന്നു എന്നുള്ളത് കൂടി. അതുപോലെ നേരത്തെ VHS പറഞ്ഞ സമയത്ത് നമ്മുടെ സർക്കാരുകളാണ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കോമ്പിനേഷൻസ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് അതാത് സ്കൂളുകൾ അതാത് സമയം ഏത് കോമ്പിനേഷൻസ് ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ സബ്ജക്ട് കോമ്പിനേഷൻ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൂടി ഒന്ന് ഓർക്കാം. പിന്നെ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഈ CBSEയെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇന്റർനാഷണലി പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡന്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇത് ഷെയർ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്,
കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗിന് വേണ്ടിയിട്ട് അഡ്മിഷൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ നോർമലി നമ്മുടെ ഇന്ത്യയിലെ കേസ് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബയോളജിക്കൽ മെഡിക്കൽ ഫീൽഡ് മാത്സ് അത്ര കമ്പൽസറി അല്ല നഴ്സിംഗിലൊക്കെ പോകുന്ന സമയത്ത്. പക്ഷെ അവിടെ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് പോയ സമയത്താണ് പറയുന്നത് ബയോളജി ആ കുട്ടി പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ കൂടെ മാത്സ് പഠിച്ചിട്ടില്ല. ആ ഒരു രാജ്യത്തെ റൂൾ അനുസരിച്ചിട്ട് നഴ്സിംഗിന് അഡ്മിഷൻ നേടുന്ന കുട്ടിക്ക് എന്ത് വേണം, ഈ ബയോളജിയുടെ കൂടെ മാത്സ് കൂടി പഠിച്ചിരിക്കണം എന്നുള്ള ഒരു റൂൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അഡ്മിഷൻ ഡിനൈ ചെയ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇന്റർനാഷണലി ഇങ്ങനെയൊക്കെ എയിം ചെയ്യുന്ന കുട്ടികളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അഡ്മിഷന് എടുക്കുന്ന സമയത്ത് ഈ ഒരു +1 അഡ്മിഷന് മുന്നേ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് കരിയർ എന്തായിരിക്കും എന്ന് ഉറപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ കോഴ്സിനുള്ള ബേസിക് റിക്വയർമെന്റ് ആയിട്ട് മാറുകയും ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ CBSE പറ്റി പറയുന്ന സമയത്ത് ഒന്നും കൂടി കുട്ടികളെ കോമ്പിറ്റൻസിയുമായിട്ട് അവെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി കൂട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അറൌണ്ട് 50% ക്വസ്റ്റ്യൻസും എന്താണ് കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 30% ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസറും 20% ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ ആണ്. ആയാലും കേരള VHSCയിലായാലും നമ്മുടെ +2യുടെ മാർക്ക് ലിസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ മാർക്കിനെ ബേസ് ചെയ്യുന്നത് +1ലെയും +2വിലെയും കുട്ടിയുടെ ഓവറോൾ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ CBSE ബോർഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തീരുമാനിക്കുന്നത് നമ്മുടെ +2വിൽ എത്രയാണോ മാർക്ക് ലഭിച്ചിട്ടുള്ളത് അത് മാത്രമായിരിക്കും നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് എൻട്രി നിങ്ങൾ നോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഞാനിപ്പോ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കും ഇതുപോലുള്ള +2ല് CBSE പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും +2ലെ മാർക്ക് മാത്രമാണ് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെഷനിലേക്ക് വരാൻ സമയമായിട്ടുണ്ട് മാം. Q&A സെഷനിലേക്ക് കുട്ടികൾ ഓക്കെ സാർ, താങ്ക് യു. എല്ലാം ക്ലിയർ ആയി അല്ല, ഇനി അത്യാവശ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കണ്ടേ? കാരണം സമയം ആയിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഇനി ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. VHSC സബ്ജക്ട് കോമ്പിനേഷൻ ഇനി VHSC കഴിഞ്ഞാൽ എന്ത് എന്നുള്ള അർത്ഥത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതുമാവാം. VHSC കോഴ്സ് കഴിഞ്ഞൊരു സ്റ്റുഡന്റിന് എത്രയും പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് പോകണമെങ്കിൽ പിന്നെ എന്ത് കോഴ്സാണ് പിന്നീട് എടുക്കേണ്ടത്? VHSC കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നെ ഏത് രീതിയിലുള്ള തൊഴിലേക്കാണ് അവര് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അടിസ്ഥാനമാക്കിയിട്ടുള്ള കോഴ്സ് എടുക്കും. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് BSc അഗ്രികൾച്ചർ പോലെയുള്ള കോഴ്സുകൾ ചെയ്യാം. അതല്ലെങ്കിൽ BVOC കോഴ്സുകൾ ചെയ്യാം. BVOC കോഴ്സുകളുടെ ഒരു പ്രത്യേകത, ബാച്ചിലർ ഇൻ വൊക്കേഷണൽ സ്റ്റഡീസ് ആണ് ഇത് വരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ 3 വർഷ കോഴ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ എന്താണ് ആ കോഴ്സിന് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നേടിയിട്ട് പോകാം. അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ ആ രീതിയിൽ പോവാം. 3 വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ പോവാം. അപ്പൊ അവർക്ക് ഏത് സബ്ജക്റ്റ് ആണോ എടുത്തിരിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള കോഴ്സുകൾ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോ കേരള PSCയിലൊക്കെ ആണ് എങ്കിൽ നമ്മുടെ VHSC കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പം പോൾട്രി ഫാമിംഗ്, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ചെയ്ത കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള തസ്തികകളിലേക്ക് ഇവർക്കായിട്ട് മാത്രം വിളിക്കുന്ന ഒരുപാട് തസ്തികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവർക്ക് ഏതിലാണോ താല്പര്യം അനുസരിച്ച് ഏത് കോഴ്സാണോ പഠിച്ചത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ FTCP പോലെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ച കുട്ടികൾക്കാണ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പിന്നെ കോഴ്സുകളായിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കായിരിക്കും അവർ പോവുക.
അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പോൾട്രി ഫാമിംഗ് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ്. അപ്പം അവർ ഏത് കോഴ്സാണോ പഠിച്ചത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടും ആയിരിക്കും അതിന്റെ ഫർദർ ഓപ്പർച്യൂണിറ്റീസ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് കോഴ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പറഞ്ഞുതരാം. മാം, ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹലോ, കേൾക്കാം കേൾക്കാം. കേൾക്കാം ഓക്കെ. കേൾക്കാം. സാധാരണ ഹയർ സെക്കൻഡറി കഴിയുന്ന ഒരു കുട്ടിയുടെ ആ സർട്ടിഫിക്കറ്റിന് പൂർണ്ണാർത്ഥത്തിൽ തുല്യമാണോ VHSC കഴിയുന്ന ഒരു സർട്ടിഫിക്കറ്റ്? അതായത് കോമ്പിനേഷനുകൾ അനുസരിച്ച് അതെ ഏതെങ്കിലും സർ. തരത്തിൽ ഹയർ ഓപ്ഷന് അതായത് കോമ്പിനേഷൻ എടുത്ത് ഹയർ ഓപ്ഷന് പോകുന്നതിൽ തടസ്സമുണ്ടോ? പൊതുവെ അങ്ങനെ ഒരു ധാരണ സമൂഹത്തിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സെക്കൻഡ് ലാംഗ്വേജ് ഇല്ലാത്തത് ഹയർ സ്റ്റഡീസ്, സാധാരണ ഹയർ സെക്കൻഡറി കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫൈഡ് ആയി ഹയർ സ്റ്റഡീസിന് പോകുന്ന ഒരു കുട്ടിക്ക് കഴിയുന്നത് പോലെ തന്നെ ഇതിൽ സെക്കൻഡ് ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തടസ്സം വരാറുണ്ടോ? അങ്ങനെയൊന്നും തടസ്സം ഉള്ളതായിട്ടില്ല. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോ മാത്സ് അഡീഷണൽ ആയിട്ട് പഠിക്കാം എന്നുള്ളത് ഇവിടുത്തെ ഒരു ഫർദർ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരള HSC ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ അതിന് തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇതിലും നമ്മുടെ ഹയർ സെക്കൻഡറി VHSC നൽകുന്ന സർട്ടിഫിക്കറ്റും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുകൂടാതെ ഒരു അഡീഷണൽ മാത്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജിന്റെ ഓപ്ഷന് അത്തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ ഉള്ളതായിട്ട് നിലവിൽ പറഞ്ഞ് കേട്ടിട്ടില്ല സർ. അതിപ്പം ഓക്കെ, താങ്ക് യു. വെയിറ്റേജിന്റെ ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യത ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ലാംഗ്വേജ് +1 +2 അറബിക്ക് പഠിച്ചൊരു കുട്ടി BA അറബിക്കിന് പോകാൻ നോക്കുന്ന സമയത്ത് വെയിറ്റേജ് ഉണ്ടാവുമല്ലോ. അതേസമയം VHSC കഴിഞ്ഞ ഒരു കുട്ടി സെക്കൻഡ് ലാംഗ്വേജ് അറബി പഠിക്കാത്തത് കൊണ്ട് ആ കുട്ടി BA അറബിക്കിന് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ വെയിറ്റേജിന്റെ ഒരു വിഷയം ഉണ്ടാവും. അല്ലാത്ത രീതിയിൽ ടെക്നിക്കലി പ്രോബ്ലംസ് ഒന്നുമില്ല. +2 കഴിഞ്ഞ് ഏതെല്ലാം മേഖലയിലേക്ക് പോകാൻ പറ്റുമോ ആ മേഖലയിലേക്കൊക്കെ VHSC കഴിഞ്ഞിട്ടും പോകാൻ പറ്റും. ലാംഗ്വേജ് മെയിൻ ആയിട്ട് എടുക്കാത്ത സബ്ജക്റ്റുകൾക്കൊന്നും നിലവിൽ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വരില്ല. കാരണം ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ BA മലയാളമാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ മലയാളം ലാംഗ്വേജിലുള്ള മാർക്കാണല്ലോ നോക്കുക. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അതല്ലാതെ BSc ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതല്ലെങ്കിൽ നമ്മുടെ ET, കീം തുടങ്ങിയിട്ടുള്ള എക്സാമ്പിൾക്കൊക്കെ വരുന്ന സമയത്തും ഈ ഒരു ബാരിയർ അവിടെ ഉണ്ടാവുന്നില്ല. മാത്രമല്ല കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് താനും. ഫോർ എക്സാമ്പിൾ BSc അഗ്രികൾച്ചറിന് പോവുകയാണെങ്കിൽ അഗ്രികൾച്ചർ സയൻസ് കഴിഞ്ഞ ആൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. 6 സീറ്റ് അതേപോലെ മറ്റു റിസർവേഷനും ഉണ്ട്. വിഷയങ്ങൾക്കും ഉണ്ട്. റിസർവേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വരുന്നതെന്നുള്ളത്. ഇപ്പൊ പോൾട്രി ഫാമിംഗ് പോലെയുള്ള കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് ചില കോഴ്സുകൾക്ക് 2% ആണ് റിസർവേഷൻ. ചില കോഴ്സുകൾക്ക് ഒരു കോഴ്സിൽ തന്നെ 6 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ഒരു പ്രോസ്പെക്ടസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. പിന്നെ അതുപോലെ നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ BSc അഗ്രികൾച്ചറിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് 6 സീറ്റ് ഉണ്ട്. ചില കോഴ്സുകൾക്ക് 2% സീറ്റ് എന്നുള്ള രീതിയിലുള്ള റിസർവേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവർക്ക് മാത്രമായിട്ടാണ് BVOC കോഴ്സിന് പോകാൻ പറ്റുക എന്നുള്ളത് കൂടി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നതാണ്. VHSCയിൽ കൊടുക്കുന്ന കോഴ്സിന് പിന്നെ ടെക്നിക്കൽ രീതിയിലുള്ള ട്രെയിനിങ് എങ്ങനെയാണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അതല്ല ലാബ് ട്രെയിനിങ് ആണോ കൊടുക്കുന്നത്? ഒന്ന്. പിന്നെ 2, BVOCിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ VHSC കമ്പൾസറി ആണോ? ഹയർ സെക്കൻഡറി +2 എടുത്തവർക്ക് BVOC അഡ്മിഷൻ കിട്ടില്ലേ? വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ച കുട്ടികളാണ് നോർമലി BVOC കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവര് മുൻപ് BVOC പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവിടെ നോക്കാറുണ്ട്. പിന്നെ സാറ് പറഞ്ഞത് ലാബ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പിന്നെ ഓൺ ദ ജോബും അതിന്റെ കൂടെ തന്നെ ലാബ് ട്രെയിനിങ്. ഇപ്പൊ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലാബും ആക്ടിവിറ്റീസും ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MLT പോലെയുള്ള സബ്ജക്റ്റുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകളാണ് എങ്കിൽ അതിനുള്ള ലാബ് ടെക്നോളജിയും അല്ലെങ്കിൽ ലാബ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതിനോടൊന്നിച്ച് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വൊക്കേഷണൽ സബ്ജക്റ്റുകൾക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉണ്ടോ അതിന്? ഇപ്പോൾ ലാബ് ഫെസിലിറ്റി ആണെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റി ആയിരിക്കും.
അതെ സാർ, അതാത് സ്കൂളുകളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ചില കോഴ്സുകൾക്കൊക്കെ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ NSQF-ന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ AB ഡ്യുവൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ VHSCക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ സർട്ടിഫിക്കറ്റിലെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതായത് എന്താണ് സ്കൂളുകളുടെയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. നോർമലി നമ്മളിപ്പോ ITI ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ പോളിടെക്നിക് ഒക്കെ പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ കൊടുക്കാറുണ്ട്. ഇവിടെ വേണമെങ്കിൽ അതായത് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തും കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ദി ജോബ്. നോർമലി ആ സ്കൂളുകളിലുള്ള പരിസരത്ത് തന്നെയാണ് സ്കൂളിൽ നിന്ന് തന്നെയാണ് ആ കുട്ടികൾക്കുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. എസ്കർ സർ ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇല്ല, നേരത്തെ പറഞ്ഞ ബിവോക്കുമായി ബന്ധപ്പെട്ട് ബിവോക്ക് ഏതാണോ വൊക്കേഷൻ, ആ വൊക്കേഷൻ VHSൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്നല്ലാതെ ബിവോക്ക് പഠിച്ചവർക്ക് VHC പഠിച്ചവർക്ക് ബിവോക്ക് എന്ന് പറയുന്നത് ശരിയാണോ? ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്കൊക്കെ ബിവോക്കിന് പോയിക്കൂടെ? ഏതാണോ വൊക്കേഷൻ ബിവോക്കിൽ ആ വിഷയം VHSൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്നല്ലേ ഉള്ളൂ. അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് ആണ്. ഹയർ സെക്കൻഡറി പഠിച്ചവർക്കും പോവാം, പക്ഷെ അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് ആണ്. അല്ലാതെ ബിവോക്കിന് പോവാൻ VHC കഴിയണമെന്നില്ല. ഇല്ല. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. VHSC സബ്ജക്ട് കോമ്പിനേഷൻ ഇനി +1 ആണെങ്കിൽ അതും ചോദിക്കാം. +1 കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയതാണ്. സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ചതിന് ശേഷം എന്ത് എന്ന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സലാം സാർ ഗ്രൂപ്പിലുണ്ടോ? അതെ. എന്നാല് നിങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ഈ ഞായറാഴ്ച സിജി സംഘടിപ്പിക്കുന്ന വെബിനാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് ഓരോ ഞായറാഴ്ചയും വിവിധ സബ്ജക്റ്റുകൾ മീൻസ് കരിയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള വിവിധ ടോപ്പിക്കുകളാണ് കൈകാര്യം ചെയ്യാറ്. ഇന്ന് കൈകാര്യം ചെയ്ത് VHSC ആൻഡ് CBSE SLC കഴിഞ്ഞ കുട്ടികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും CBSEയുമായി ബന്ധപ്പെട്ട കോമ്പിനേഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഷിഫാന മാഡം വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലസ് ടു വിവിധ ഗ്രൂപ്പുകൾ കഴിഞ്ഞ് ഏതൊക്കെ കോഴ്സുകൾക്ക് പോകാൻ കഴിയുമോ അതേ രൂപത്തിൽ തന്നെ VHSC കഴിഞ്ഞാലും ഹയർ സ്റ്റഡീസിന് ആ കോഴ്സുകൾക്കൊക്കെ പോകാൻ പറ്റും എന്നുള്ളൊരു ബേസിക്കായ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ചില വെക്കേഷണൽ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ഈ അഡീഷണൽ ആയിട്ട് വെക്കേഷണൽ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അത് അധികവും PSC അംഗീകൃതമാണ്. നേരിട്ട് ഇപ്പൊ നേരത്തെ ഒരു പാരന്റ് ചോദിച്ചല്ലോ, ഒരു ജോലി പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ അഗ്രികൾച്ചർ റിലേറ്റഡുമായി ബന്ധപ്പെട്ട് VHC പഠിച്ച ആളിനാണ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന എല്ലാ കൃഷി ഓഫീസിലുള്ള പോസ്റ്റുകൾ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് PSC പരീക്ഷ മുഖേന സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ അത് മറ്റ് MLT ആണെങ്കിൽ MLTയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മറ്റുള്ള കോഴ്സുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC അംഗീകരിച്ച കോഴ്സുകളൊക്കെ നേരിട്ട് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ പരീക്ഷ എഴുതി ജോലിക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. പിന്നീട് അങ്ങോട്ട് ഇപ്പൊ +2 സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞ് ഏതൊക്കെ കോഴ്സുകൾക്ക് പോകാൻ കഴിയോ അതേ രൂപത്തിൽ VHC സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കൽ കോഴ്സ്, മറ്റുള്ള MBBS തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ പോകാം. മാത്സ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ജോബ് ഓറിയന്റിലേക്ക് തിരിയുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഹയർ സ്റ്റഡീസിന് +2 കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന കോഴ്സുകൾക്കൊക്കെ പോവാം എന്നുള്ള ഒരു ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കുട്ടികൾ കൂടുതലായിട്ടും അത് ഒപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞ ഒരു പക്ഷേ സയൻസ് ഓറിയന്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് സയൻസ് സ്ട്രീമിൽ ഹയർ സ്റ്റഡീസ്, ഐസർ പോലുള്ള സ്ഥാപനങ്ങൾ, BTech പോലുള്ള JEE എക്സാം എഴുതുക, എന്നിട്ട് അതിന് ശേഷം NIT, IIT, നീറ്റ് എഴുതി മെഡിക്കൽ ഓറിയന്റഡ് ആയിട്ട് പോകുന്ന കുട്ടികൾക്ക് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് CBSEയും കേരള ഹയർ സെക്കൻഡറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട സിലബസുകളായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ അത് ഒപ്റ്റ് ചെയ്യുന്നത്.
ഇത് എഴുതിയാലും VHC കഴിഞ്ഞാലും ആ കോഴ്സിന് പോകാം എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവുക. പക്ഷെ ഒന്നും കൂടി സിലബസ് ഒന്നും കൂടി നന്നായി പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ആ കോഴ്സിനാണ് എന്നുള്ളൊരു ധാരണയും കൂടി നമുക്ക് ഉണ്ടാവുക. ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. ഭാസ്കർ സാർ അതിന്റെ ആമുഖത്തിൽ സിജിയുമായി ബന്ധപ്പെട്ട കരിയറിന്റെ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. CDAT എന്ന് പറയുന്ന പരീക്ഷയെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. സിജിയിൽ നിങ്ങൾ ഇത് സിജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നേരത്തെ ബന്ധമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ഇതിലുള്ളത്. നിങ്ങൾക്ക് സിജിയിൽ എപ്പോഴും വരാം. രാവിലെ 10 മണി മുതൽ 5 മണി വരെ അവിടെ ആളുകൾ ഉണ്ടാവും. കരിയറുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചർച്ച ചെയ്യുകയും അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം സിജിയുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന നമ്മുടെയൊക്കെ ഹയർ സ്റ്റഡീസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായകരമാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറാണ് അഷ്കർ സാർ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷിഫാന മാം റിസർച്ച് സ്കോളറാണ്, ഹിസ്റ്ററിയാണ് റിസർച്ച് ചെയ്യുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. അവരാണ് ഈ സെഷൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്തിരുന്നത്. വളരെ മനോഹരമായിട്ട് എന്താണ് അതിന്റെ കോമ്പിനേഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഷിഫാന മാഡത്തിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഞായറാഴ്ചയായിട്ടും ഒരുപാട് തിരക്കുകളുണ്ടാവാം. പക്ഷേ അറിവിന്റെ ലോകത്തേക്ക് പോകാൻ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിയറിന്റെ കൃത്യമായൊരു ഓപ്ഷനും കോമ്പിനേഷനും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി തിരക്കുണ്ടായിട്ടും ജോയിൻ ചെയ്ത എല്ലാ പാരൻസിനെയും വിദ്യാർത്ഥികളെയും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ഈ പരിപാടി അവസാനിപ്പിക്കുക അല്ലേ അഷ്കർ സാർ? ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.